CPM കൊടികളുടെയും അണികളുടെയും ഒക്കെ അകമ്പടിയോടെ മുഖ്യമന്ത്രിയും പ്രകാശ് കാരാട്ടും MP ഗോവിന്ദനും ഒക്കെ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. വലിയ തിരക്കാണ്. ചുറ്റും പാർട്ടി അനുഭാവികൾ കൂടി നിൽക്കുന്നുണ്ട്. ആ വാഹനവ്യൂഹം അങ്ങനെ കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. കൊല്ലത്ത് ചിന്നക്കടയ്ക്കും അതുപോലെ തന്നെ റെസിഡൻസി റോഡിനുമൊക്കെ തന്നെ ചുവപ്പ് നിറമാണ്. ചുവപ്പിൽ കുളിച്ച് നിൽക്കുന്ന ഒരു അവസ്ഥയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. മുഖ്യമന്ത്രി, സംസ്ഥാനത്തിൻ്റെ ഭരണത്തലവനായിട്ടുള്ള PB അംഗം കൂടിയായിട്ടുള്ള മുഖ്യമന്ത്രി പിണറായി വിജയനും PB കോർഡിനേറ്റർ പ്രകാശ് കാരാട്ടും പാർട്ടിയെ നയിക്കാൻ ഇന്ന് ചുമതലപ്പെടുത്തിയ MP ഗോവിന്ദനും അതുപോലെ തന്നെ പാർട്ടിയുടെ തലമുതിർന്ന നേതാക്കന്മാരായിട്ടുള്ള A വിജയരാഘവനും ഒപ്പം MA ബേബി അടക്കമുള്ള ആൾക്കാർ തുറന്ന ജീപ്പിൽ തൊട്ടു പിന്നാലെ ആ പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ, കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ അങ്ങനെയുള്ളവർ എല്ലാവരും ചേർന്ന് ആ സമ്മേളന വേദിയിലേക്ക് എത്തിയിരിക്കുകയാണ്. റെസിഡൻസി റോഡ് എന്ന് പറഞ്ഞാൽ നേരെ ചെന്ന് കയറുന്നത് ആശ്രാമം മൈതാനത്തേക്കാണ്. ആശ്രാമം മൈതാനത്തേക്ക് കയറുമ്പോൾ ഈ പ്രവർത്തകരെല്ലാം തന്നെ വിളിക്കുന്ന മുദ്രാവാക്യം, അവർ എല്ലാവരും ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഒരു പാർട്ടിയുടെ 3 വർഷത്തിലൊരിക്കൽ മാത്രം നടക്കുന്ന സംസ്ഥാന സമ്മേളനം, ആ സംസ്ഥാന സമ്മേളനം എവിടെയാണെങ്കിലും ഏത് ജില്ലയിലാണെങ്കിലും ആ സംസ്ഥാന സമ്മേളനത്തിൻ്റെ അവസാന ദിവസം അവിടെ എത്തി ആ റെഡ് വോളണ്ടിയർ മാർച്ച് ഒന്ന് കാണണം, അല്ലെങ്കിൽ ആ പ്രകടനത്തിനൊന്ന് പങ്കെടുക്കണം, നേതാക്കന്മാർ പറയുന്നത് എന്താണെന്ന് കേൾക്കണം, അല്ലെങ്കിൽ ഒന്നും വേണ്ട, ആ സമ്മേളന വേദിയിലേക്ക് എത്തി അവിടെ നിന്നൊരു ഫോട്ടോ എടുക്കണം. ഈ രക്തസാക്ഷി മണ്ഡപത്തിൽ രക്തസാക്ഷികൾക്ക് ഒരു പുഷ്പം അർപ്പിച്ച ശേഷം മടങ്ങിപ്പോകുന്ന ഒട്ടേറെ ആൾക്കാരുണ്ട്. കഴിഞ്ഞ കുറേ സമ്മേളനങ്ങളിലൊക്കെ തന്നെ അങ്ങനെയുള്ള ആൾക്കാരെ കാണാൻ സാധിച്ചിട്ടുണ്ട്. ഇന്നും ഇവിടെ രാവിലെ എത്തിയപ്പോൾ കണ്ണൂരിൽ നിന്നും കാസർഗോഡ് നിന്നുമൊക്കെ തന്നെ ഒട്ടേറെ ആൾക്കാർ ട്രെയിനിൽ സീറ്റ് കിട്ടാതെ ഒരു ദിവസം മുഴുവൻ ട്രെയിനിൽ നിന്ന് വന്ന ആൾക്കാരെ വരെ കാണാൻ സാധിച്ചു. അതാണ് അങ്ങനെയുള്ള പാർട്ടിയോട് കൂറുള്ള അണികളായിട്ടുള്ള ആൾക്കാരാണ് ഇങ്ങനെ ചെങ്കൊടി പുതച്ചുകൊണ്ട്, ചെങ്കൊടി പിടിച്ചുകൊണ്ട് ഇങ്ങനെ മുന്നോട്ട് നടന്നു വരികയാണ്. കൊല്ലത്തിൻ്റെ മണ്ണ് എന്ന് പറയുന്നത് ചുവന്ന മണ്ണ് എന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ. കാര്യം കണ്ണൂർ കഴിഞ്ഞാൽ ആലപ്പുഴയെ പോലെ തന്നെ കൊല്ലത്തും വലിയ ശക്തമായ സ്വാധീനമുള്ള, പ്രത്യേകിച്ച് മലയോര മേഖലയിലൊക്കെ തന്നെയാണെങ്കിൽ ശക്തമായ സ്വാധീനമുള്ള ഒരു മേഖലയാണ്. ആ മേഖലയിൽ ഇപ്പോൾ 30 വർഷത്തിന് ശേഷം CPIM-ന്റെ സംസ്ഥാന സമ്മേളനം നടക്കുമ്പോൾ വലിയ ആവേശത്തോടു കൂടി തന്നെയാണ് ഓരോ ആൾക്കാരും. CPM സംസ്ഥാന സമ്മേളനത്തിന്റെ സമാപന സമ്മേളനം നടക്കാൻ പോവുകയാണ്. ഇതാ മുഖ്യമന്ത്രിയും MP ഗോവിന്ദനും പ്രകാശ് കാരാട്ടും അടങ്ങുന്ന വാഹന വ്യൂഹം സമ്മേളന നഗരിയിലേക്ക് എത്തുകയാണ്.